മനുഷ്യന്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റിലിരിക്കുന്ന ദീപം പോലെയാണ്. അതെപ്പോഴും ആടിയുലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാറ്റിനെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ദുഷ്കരമാണ് മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുക എന്നത്. ഇത് ദുഷ്കരമാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഇതൊരിക്കലും സാധ്യമല്ല എന്നുള്ള ചിന്താഗതി തികച്ചും തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തികച്ചും സാധ്യമായ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുക? ഇതിന് 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അവയാണ് ഒന്ന് അഭ്യാസം, മറ്റൊന്ന് വൈരാഗ്യം. അഭ്യാസം എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ളത് എന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ട കാര്യത്തിന് വേണ്ടി അനുചിതമായ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. വൈരാഗ്യമെന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തെ താഴേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുകയും അവയോട് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ വെറുക്കേണ്ടതിനെ വെറുക്കുകയും ഇഷ്ടപ്പെടേണ്ടതിന് ഇഷ്ടപ്പെടുകയും ചെയ്ത് അഭ്യസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. കൂടുതലും മനുഷ്യർ ജീവിതത്തിൽ പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ എന്തിനെ വെറുക്കണം, എന്തിനെ ഇഷ്ടപ്പെടണം എന്നുള്ളത് പൂർണ്ണമായും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർ ഇഷ്ടപ്പെടേണ്ടതിനെ വെറുക്കുകയും വെറുക്കേണ്ടതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ആദ്യം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കൂ. അതായത് എൻ്റെ ജീവിതം ശോഭിക്കണമെങ്കിൽ ഞാൻ എന്തിനെയാണ് വെറുക്കേണ്ടത്, ഞാൻ എന്തിനെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്ന്. അതിനുശേഷം അഭ്യാസവും വൈരാഗ്യവും ശീലമാക്കൂ. എങ്കിൽ നിങ്ങളുടെ മനസ്സെന്ന കൊടുങ്കാറ്റിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കും. ചിന്തനം ചെയ്തു നോക്കൂ.